രാവിലത്തെ എന്റെ ജോലിയൊക്കെ കഴിഞ്ഞ് അമ്മാടിയും പറഞ്ഞു വിട്ടതിന് ശേഷമുള്ളൂ ഞാൻ എന്റെ ക്ലീനിങ് തുടങ്ങുന്നത്. അപ്പൊ ഇന്ന് ഫസ്റ്റ് ഞാൻ മേളിലോട്ടാണ് പോകുന്നത്. മേളിൽ കയറുന്നതെന്ന് വെച്ചാൽ ടെറസിന്റെ മുകളിൽ ഒരുപാട് നാളായി ഒന്ന് വൃത്തിയാക്കിയിട്ട് വെയിൽ കാരണം പുറത്തോട്ടൊന്നും ഇറങ്ങാത്തേ ഇല്ലായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ കുറച്ചധികം വെയിൽ രണ്ട് സൈഡും ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചു. അമ്പാടി ഉണ്ടെങ്കിൽ ഇപ്പൊ ഇതൊന്നും നടക്കത്തില്ല. അവനുണ്ടെങ്കിൽ പുറം ജോലികളൊന്നും നടക്കത്തില്ല, അകത്ത് എന്തെങ്കിലും പരിപാടി നടക്കത്തുള്ളൂ. അന്ന് ഞാൻ നല്ല വെയിലും ഉണ്ടായിരുന്നു. പിന്നെ വേണോ വേണ്ടോന്ന് കൺഫ്യൂഷനിൽ നിന്നിട്ട് ഞാൻ അവസാനം വിചാരിച്ചു എന്തായാലും ഇറങ്ങി തൂത്ത് വരാമെന്നുള്ളത്. അപ്പൊ ചെരുപ്പ് ഇടാൻ മറന്നുപോയി. കാല് ഫുള്ള് പൊള്ളി, അതുപോലെ തലയും മൊത്തവും വെയിലടിച്ച് നമ്മൾ താഴെ നിന്ന് വെയിൽ കൊള്ളുന്നതൊക്കെ അല്ലല്ലോ മേളില് ടെറസിന്റെ മേളിലൊക്കെ ആണെങ്കിൽ നല്ലപോലെ വെയിലടിക്കത്തില്ലേ. അങ്ങനെ ഞാൻ തൂത്തൊക്കെ വരുന്നു കേട്ടോ. അപ്പൊ തൂത്ത് വാരിയില്ല എന്നുള്ള പ്രശ്നം എന്ന് വെച്ചാല് ഒരു വട്ടം ഇങ്ങനെ തൂക്കാതെ ഇട്ടിരുന്ന 2-3 കരിയില ഓരോ പൈപ്പിനകത്ത് അടിഞ്ഞിരുന്ന ഒരു തുടർച്ചയായിട്ടുള്ള കണ്ടിന്യൂസ് ഇങ്ങനെ മഴ പെയ്തപ്പോഴത്തേന് ഫുള്ള് വെള്ളവും ഈ ബാക്ക് ഡോർ വഴി മേളത്തെ ഹാളും മേളത്തെ ബെഡ്റൂമുമായി ഡ്രസ്സും കാര്യങ്ങളെല്ലാം നനഞ്ഞിട്ടുണ്ടായിരുന്നു. 2-3 ദിവസം അതൊക്കെ ക്ലീൻ ചെയ്തു. അതിനുശേഷം ഞാൻ എല്ലാ ദിവസവും ആ മാസത്തിൽ 2-3 വട്ടം മേളിൽ ഇങ്ങനെ ക്ലീൻ ആക്കാറുണ്ട് കേട്ടോ. ഇപ്പൊ വെയിലായതുകൊണ്ട് അവിടേക്ക് ഇരുന്ന് കരിയിലേക്ക് കളയാൻ പോയതോട്ടെ. ഇപ്പൊ എന്റെ അടുക്കള ജോലി ഒന്നും കഴിഞ്ഞിട്ടില്ല. രാവിലത്തെ കുറച്ച് കാപ്പിയും പാത്രം കഴുകൊക്കെ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തിട്ടതേ ഉള്ളൂ. ഭക്ഷണം ഉണ്ടാക്കിയത് ചോറ് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ആകണം. അപ്പം എനിക്കാണെങ്കിൽ ക്ലീനിങ്ങിന് ഞാൻ ഇറങ്ങിയ പിന്നെ ഫുള്ള് പണി കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ ബാക്കിക്കാര്. അല്ലാതെ പകുതി ക്ലീൻ ചെയ്ത് വെച്ചിട്ട് പിന്നെ പോയി മറ്റേ കാര്യം വെച്ചാൽ അതും ഇവിടെ കിടക്കും അതും അവിടെ കിടക്കും. അതൊന്നും ഞാൻ അങ്ങനെ ചെയ്തില്ല. ഫുള്ള് ഒരു കാര്യത്തിന് ഇറങ്ങി അത് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ ഹാളൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചു. കുറച്ച് പൊടിയൊക്കെ ഞാൻ തട്ടി തൂത്ത് വാരിയിട്ടാട്ടോ പോയത്. പിന്നെ സെറ്റിന്റെ കവറൊക്കെ ഒന്ന് കഴുകാനാണ് വരുന്നത്. അപ്പൊ അതെല്ലാം ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ ഫുള്ളായിട്ട് ഓരോ ബെഡ്റൂമും സീറ്റൊന്നും എടുത്തിട്ടില്ല. കാരണം എപ്പോഴും നമ്മൾ ക്ലീനിങ്ങിന്റെ വീഡിയോ എടുക്കുമ്പോഴത്തേന് കാണാൻ നിങ്ങൾക്ക് ബോറടി ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് തരം വീഡിയോ ആണ് ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ചാനലൊന്ന് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് അഭിപ്രായം എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്താൽ മതി. അങ്ങനെ ഞാൻ ഇതെല്ലാം തൂക്കുന്നുണ്ട്. തൂക്കെല്ലാം കഴിഞ്ഞ തുടക്കുന്നുണ്ട്. അതിന്റെ വീഡിയോ എടുത്തിട്ടില്ല. അതിന്റെ കീഴിലെല്ലാം തൂക്കുമായിരുന്നു. അത് തെറ്റ് ഞാൻ ഇടയ്ക്ക് 2 ദിവസം കൂടെ മാറ്റി അതിന്റെ കീഴിലെല്ലാം തൂക്കി വരാറുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും തൂത്ത് വരുന്നത് അമ്പാടി വരുമ്പോഴത്തേന് അന്ന് കളിപ്പാട്ടും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് തേത്തൊക്കെ ഇതിലേക്ക് ഇടുന്നെങ്കിലും നമ്മൾ തൂത്ത് കുറച്ച് സമയം കാണുമ്പോൾ നമുക്കൊരു എനർജി കിട്ടത്തില്ല വൃത്തിയിൽ കിടക്കുന്നത് കാണുമ്പോ. അങ്ങനെ ഞാനെല്ലാം തൂത്ത് തുടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ലാസ്റ്റ് തന്നെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൂടി ആകുമ്പോഴത്തേനും എന്റെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കുള്ള ഫുഡ് കേട്ടോ. ഫുഡ് ഇപ്പൊ അമ്പാടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള കുറച്ച് സിമ്പിൾ കറി എന്ന് പറഞ്ഞാൽ ഒരു തേങ്ങ ചമ്മന്തി, ഒരു മുട്ട വെച്ച്, പിന്നെ കുറച്ച് അച്ചാർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് 3 ഞാനൊന്ന് റെഡിയാക്കി വച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ്ട് ഇതാട്ടോ എന്റെ ഫുഡ്. ഒരു കുറച്ചു നേരം ടി വിയിലൊക്കെ